യുവതി പ്രവേശനത്തിൽ നിലപാടില്ലാതെ വട്ടം കറങ്ങുകയാണ് CPM. സാമുദായിക സംഘടനകളും ഭക്തരും യുവതി പ്രവേശനത്തെ എതിർക്കുമ്പോഴും കൃത്യമായ നിലപാട് പറയാൻ കഴിയാതെ സമ്മർദ്ദത്തിലാണ് സംസ്ഥാന സർക്കാരും പാർട്ടിയും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്ത് നിലപാട് എടുക്കുമെന്നറിയാതെ കുഴയുകയാണ് CPM. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത്. പ്രശാന്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും യുവതീ പ്രവേശനത്തിൽ ഇടത് സർക്കാരിനെ സംബന്ധിച്ച് നിലപാട് മാർച്ച് 14 മുമ്പ് എഴുതി അറിയിച്ചേ പറ്റൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് വലിയ സമ്മർദ്ദമാണ് പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പറയൂ. ഗൗതം, തീർച്ചയായും ശബരിമലയിലും യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയിലേക്ക് നിലപാട് വ്യക്തമാക്കേണ്ട സമയം എത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്. ഈ വരുന്ന അതായത് അടുത്ത മാസം 14-ാം തീയതിക്കുള്ളിലാണ് ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത്. പക്ഷേ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും പാർട്ടിക്കുള്ളിലും സർക്കാരിലും ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് എന്താണെന്ന് അവർ തുറന്നു പോലും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ ഈ കാര്യം ചോദിച്ചിരുന്നു ആ പത്രസമ്മേളനത്തിൽ. അപ്പോഴും അവിടെയും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഈ നിലപാടുകൾ എന്താണ്, സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്താണ്, എന്ത് നിലപാടാണ് സുപ്രീം കോടതിയിൽ പറയാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്ത രീതിയിലാണ് പി രാജീവിൻ്റെ പെരുമാറ്റമുണ്ടായത്, അതായത് പ്രതികരണമുണ്ടായത്. സമാനമായ രീതിയിൽ തന്നെയാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും സംസാരിക്കുന്നത്. എന്താണ് പറയേണ്ടത്, എന്താണ് വ്യക്തമാക്കേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയും ഇപ്പോഴും CPM ഇല്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. CPM പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ശബരിമലയിൽ യുവതിയെ കയറ്റണം എന്ന് തന്നെയാണ്. അത് നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സർക്കാരിൻ്റെതായാലും ശരി, അതായത് പിണറായി സർക്കാരിൻ്റെയും നിലപാട് അത് തന്നെയാണ്, അതിൽ മാറ്റമില്ല എന്ന് നമുക്കറിയാം. കാരണം ഈ 2018 യുവതിയെ പ്രവേശിപ്പിച്ചതും നിർബന്ധപൂർവ്വം പോലീസിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയ സംഭവങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും CPM-ൻ്റെയും പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അത് വ്യക്തമാക്കാൻ കഴിയാൻ CPM-നും സർക്കാരും ആകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം 2018 യുവതികളെ നിർബന്ധിച്ച് കയറ്റിയത്, അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം CPM-ന് ഏറ്റുവാങ്ങേണ്ടി വന്നു. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ വോട്ട് കുറയുന്ന സാഹചര്യമുണ്ടായി, പൂർണ്ണമായും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ അതിൻ്റെ ഒരു പരാജയത്തിൽ നിന്ന് ഇപ്പോഴും CPM മുക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാട്, എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ ഒരു തുറന്നു പറയുവാൻ ഈ നിലപാട്, ഇതാണ് ഞങ്ങളുടെ നിലപാട്, യുവതികളെ പ്രവേശിപ്പിക്കണം, അത് അന്നും ഇന്നും ഈ നിലപാട് തന്നെയാണ് എന്ന് തുറന്നു പറയാൻ CPM-നും സർക്കാരും ആകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. NSS-ഉം SNDP-യും പോലുള്ള സംഘടനകളും അതോടൊപ്പം തന്നെ BJP-യും അടക്കമുള്ള സംഘടനകൾ ഭക്തർക്കൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അവർ അന്നും ആവർത്തിച്ചതും ഇന്നും ആവർത്തിക്കുന്നതും അത് തന്നെയാണ്. ഭക്തർക്കൊപ്പം നിൽക്കണം, അവിടെ ആചാര ലംഘനം പാടില്ല, യുവതികളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന നിലപാട് പരസ്യമായി സ്വീകരിക്കുമ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോഴും സർക്കാർ ആ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നറിയാതെ അഴുകുഴമ്പൻ സമീപനത്തിലേക്ക് CPM-ഉം സർക്കാരും ഒക്കെ മാറുകയാണ്. എന്തായാലും മാർച്ച് മാസം 14-നകം നിലപാട് സുപ്രീം കോടതിയിൽ എഴുതി അറിയിച്ചേ പറ്റുകയുള്ളൂ. അതിനാൽ വലിയ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ സർക്കാരും CPM-ഉം എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങളുമായി ചേർന്നത്.